അസ്സലാമലൈക്കും. ഞാൻ അന്നേരം ബീഫ് നൂഡിൽസ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. കുറച്ച് വലിയൊരു പാത്രത്തിൽ വെള്ളം വെച്ച് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കുക. തിളച്ചതിന് ശേഷം അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുക. ഇനി അതിലേക്ക് നൂഡിൽസ് ഇട്ട് കൊടുക്കുക. ഈ നൂഡിൽസാണ് ഞാൻ എടുത്തത്. ഒരു 300 ഗ്രാം നൂഡിൽസ് ഉണ്ടാവും. ഇനി അതൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി അടച്ച് വെച്ച് വേവിക്കുക. നല്ലോണം വെന്ത് വേവേറി പോകരുത്. വേവ് പാകമായി. ഇനി അത് അരിപ്പയിലേക്ക് പകരം നൂഡിൽസ് ഇടുമ്പോൾ 2 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ച് കൊടുക്കണം, ഒട്ടിപ്പിടിക്കാതെക്കാൻ വേണ്ടിയിട്ട്. ഇനി അതിൻ്റെ മേലെ കുറച്ച് പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കുക. ഒന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ല. ഇനി പച്ചക്കറികൾ എടുത്ത് നീളത്തിൽ കനം കുറച്ച് മുറിക്കുക. ക്യാരറ്റും ബീൻസും ക്യാപ്സിക്കം. ഇനി ചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് 3 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ചെടുക്കും. അതിലേക്ക് ചെറുതായി മുറിച്ച 4 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കും. അത് നല്ലതുപോലെ വഴറ്റിയെടുക്കുക. ഏകദേശം ഒരു ഗോൾഡൻ കളർ ആകുമ്പോഴേക്കും അതിലേക്ക് പച്ചക്കറികൾ ഇട്ട് കൊടുക്കും. ക്യാരറ്റും ബീൻസും. ഇനി നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക. പച്ചക്കറീൻ്റെ കളറ് മാറിപ്പോവാതെക്കാൻ വേണ്ടിയിട്ടാണ്. നല്ലതുപോലെ മിക്സ് ചെയ്ത് നല്ലോണം വെന്ത് പോകരുത്, കുറച്ച് വേവായാൽ മതി. എല്ലാവരും ഇതുണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റാണ് അത്. ഇനി ഉപ്പും കുരുമുളക് പൊടി ഇട്ട് വേവിച്ച് വെച്ച ബീഫ് ഇട്ട് കൊടുക്കുക. ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് ഉപ്പും കുരുമുളക് പൊടി ഇട്ട് വേവിച്ചതാണ്. ഇനി അത് മിക്സ് ചെയ്യാം. എല്ലാവരും ഇതുണ്ടാക്കി നോക്കുക. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടമാവും. കുട്ടികൾക്ക് സ്കൂൾക്ക് കൊണ്ടുപോകാനൊക്കെ പറ്റും. ഇനി അതിലേക്ക് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുക. കുരുമുളക് പൊടി, മുളക് പൊടി ഇട്ട് കൊടുക്കുക. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഇനി അതൊന്ന് മിക്സ് ചെയ്യാം. ഇനി അതിലേക്ക് മുറിച്ച് വെച്ച ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുക. ക്യാപ്സിക്കം പെട്ടെന്ന് വേവും. അപ്പോൾ അതുകൊണ്ടാണ് ലാസ്റ്റ് ഇടുന്നത്. ഇനി അതൊന്ന് മിക്സ് ചെയ്യാം. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂണ് സോയാ സോസ് ഒഴിച്ച് കൊടുക്കുക. സോയാ സോസ് ഒഴിച്ചിട്ട് ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ഒഴിച്ച് കൊടുക്കുക. നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഇനി വേവിച്ച് വെച്ച നൂഡിൽസ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. കുറച്ചിട്ട് കൊടുക്കുക. ബാക്കി ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ ഇട്ട് കൊടുക്കുക. ഇനി അത് വെല്ലെ മിക്സ് ചെയ്യാം.
എല്ലാവരും ഇതൊരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റാണ്. ബാക്കിയുള്ള നൂഡിൽസും അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അത് മിക്സ് ചെയ്ത് സർവിങ് ഡിഷിലേക്ക് മാറ്റാം. എല്ലാവരും എൻ്റെ ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.